ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈ ചോടിനും നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് എങ്ങനെ റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം തണുപ്പിച്ചിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തന്നെ അങ്ങ് തിളച്ച് വരുമ്പോൾ നമുക്കങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഞാൻ ഗ്യാസിൽ വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളിതിൽ ചൊവ്വരിയാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്കൊക്കെ ഇടുന്ന ചൊവ്വരി നമുക്കിതിലേക്ക് കുറച്ചെടുത്തിട്ട് അതങ്ങ് വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിതുപോലെ അങ്ങ് ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുള്ള ചൊവ്വരിയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്തിട്ട് വരും. അപ്പം അത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇടയ്ക്ക് ഇതുപോലെ തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. അപ്പോൾ ഇനി നമുക്കത് നല്ലതുപോലെ തന്നെ അങ്ങ് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. 1/4 മണിക്കൂർ നമ്മളിത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ള ചൊവ്വരിയാണ്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ അങ്ങ് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്നത് വരെ നമുക്കതുപോലെ ഗ്യാസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ വെള്ളം അങ്ങ് ഊറ്റി മാറ്റാം. ഇതൊരു കൊഴുപ്പാണല്ലോ, അതിൻ്റെ കൊഴുപ്പ് നമുക്കിതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ആ കൊഴുപ്പ് നമ്മുടെ ഡ്രിങ്കിലേക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്കിതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി 2-3 പ്രാവശ്യം നല്ല തണുത്തിട്ടുള്ള പച്ചവെള്ളം നമുക്കിതിൻ്റെ മുകളിലൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നാലും ഇതിലുള്ള ആ കൊഴുപ്പ് അങ്ങ് മാറി കിട്ടും. നമുക്ക് ആ ഡ്രിങ്കിലേക്ക് ഇതുപോലെ ചൊവ്വരി വേവിച്ചെടുക്കുമ്പോൾ നല്ല കൊഴുപ്പായിരിക്കും. ആ കൊഴുപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിതുപോലെ 2-3 പ്രാവശ്യം ഇതിൻ്റെ മുകളിലൂടെ നല്ല തണുത്തിട്ടുള്ള വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പാല് നല്ലതുപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാനിതുപോലെ 1 സ്പൂണ് കസ്കസാണ് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടാണ്. 1 സ്പൂൺ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ എടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ പാലിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മുന്തിരി ഇതുപോലെ കട്ട് ചെയ്തെടുത്താണ്. കുറച്ച് ആപ്പിളും കുറച്ച് ഉണക്കമുന്തിരിയും കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് ആ പാലിൻ്റെ മിക്സിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഏതൊക്കെ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാൻ ആപ്പിൾ കുറച്ച് വലുതാക്കിയിട്ട് തൊലിയോട് കൂടെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിതുപോലെ കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചൊവ്വരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊക്കെ തണുത്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചൂടൊടുക്കാൻ ഇട്ട് കൊടുക്കരുത്. തണുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള കസ്കസും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. നല്ല തണുപ്പിൽ കഴിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഡ്രിങ്കിന് പ്രത്യേക ഒരു ടേസ്റ്റ്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഐസ് ക്യൂബും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഒരു ചൂടിനും നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.